പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട ദൈവജനമേ, ദാ ഈ ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ സന്തോഷത്തോടുകൂടെ കരങ്ങളൊക്കെ കൂപ്പി പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെയൊക്കെ അടുത്ത് ആരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദാ കിങ്ഡം ഓഫ് ഗോഡ്, ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. സാധിക്കുന്ന എല്ലാവരും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ദൈവത്തിൻ്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയം എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ എന്ന് നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയാൻ, അഭിഷേകത്താൽ നിറയാൻ എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നിറയണമേ. ആമേൻ. സന്തോഷത്തോടുകൂടെ കൈകളൊക്കെ അടിച്ച് പാടി പ്രാർത്ഥിക്കാം. അഭിഷേകം, അഭിഷേകം, നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പഠിക്കേ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആമേൻ. അഭിഷേകം, ആമേൻ. അഭിഷേകം. എല്ലാവരും അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജഡത്തിന്മേലും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആമേൻ. സകലരിലും കൈകൾ ഉയർത്തി, കൈകൾ അടിച്ച്, പാടി പാടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. എല്ലാവരും ചേർന്ന് അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടെ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. മാലാഖമാരോട് ചേർന്ന് ദൈവത്തിന്റെ അതിശക്തമായ കൃപ സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, നിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ, ശക്തിപ്പെടുത്തണമേ. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അതിശക്തമായ അഭിഷേകം നിറയപ്പെടട്ടെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദാ ഇന്ന് ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായ ഒരു ദൈവവചനം നൽകി നമ്മളെ പഠിപ്പിക്കുകയും പ്രാർത്ഥനയിൽ വളർത്തുകയും ചെയ്യുകയാണ്. സാധിക്കുന്നവരൊക്കെ വിശുദ്ധ ഗ്രന്ഥം എടുക്കണം, നോട്ട് ബുക്കൊക്കെ എടുത്ത് വചനം എഴുതി പഠിക്കണം. ഇന്ന് നമ്മളെ വചനം പഠിപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹായാണ്. വിശുദ്ധ പൗലോസ്ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം, സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 14, 5-ാം അധ്യായം 14-ാം തിരുവചനം. ഈ വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഈ വചനം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞേ. വിശുദ്ധ പൗലോസ്ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം തിരുവചനം. ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ ശക്തി ഈ ശുശ്രൂഷയിലുടനീളം നമ്മിലൊക്കെ സംഭവിക്കാൻ പോവാണ്. ഈശോ നമ്മളോട് പറയുകയാണ്, നീ ഉറക്കത്തിലാണോ, നീ ആലസ്യത്തിലാണോ, നീ അസ്വസ്ഥതയിലാണോ എങ്കിൽ നീ ഉണരേണ്ട സമയമാണ്.
പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പലവിധ പ്രശ്നങ്ങളിലൂടെയും അസ്വസ്ഥതകളിലൂടെയും കടന്നു പോകുന്ന പലരും പറയുന്ന കാര്യം, അച്ചോ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, വല്ലാത്തൊരു മരവിപ്പ്. ചുറ്റുവട്ടത്തും നടക്കുന്ന പല സംഭവ വികാസങ്ങളും കാണുമ്പോഴും കേൾക്കുമ്പോഴും വല്ലാത്തൊരു മരവിപ്പ്, പ്രാർത്ഥിക്കാനൊന്നും തോന്നുന്നില്ല. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹോദര സഹോദരി, നീയും പ്രാർത്ഥനാ വിഷയത്തിൽ ഏതെങ്കിലും മുരടിപ്പിലോ മരവിപ്പിലോ ആണോ? പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലാത്തൊരവസ്ഥയുണ്ടോ? വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്ന സ്വഭാവത്തിലാണോ? എങ്കിൽ നിന്നോടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷാ സമയം പറയുന്നത്, നീ എഴുന്നേൽക്കണം, നീ എഴുന്നേൽക്കണം. മരിച്ചവൻ എഴുന്നേൽക്കണം, ക്ഷീണിച്ചിരിക്കുന്നവൻ എഴുന്നേൽക്കണം, ദുഃഖിച്ചിരിക്കുന്നവൻ എഴുന്നേൽക്കണം. കാരണം ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്ത ആരെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം, നീ എഴുന്നേൽക്കണം, കാരണം ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ വചനം പഠിക്കുമ്പോൾ ധ്യാനിക്കാൻ പറ്റിയ ഒരു സുന്ദരമായ വചനഭാഗം പരിചയപ്പെടുത്തുകയാണ്. അത് ലൂക്കായുടെ സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതലുള്ള തിരുവചനം. നമുക്കൊക്കെ വളരെ പരിചിതമായൊരു സംഭവമാണ്. ഈ വചനത്തോട് ബന്ധപ്പെടുത്തി ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. 7-ാം അധ്യായം 11 മുതലുള്ള വചനത്തിൻ്റെ ഹെഡിങ് ഒന്ന് നോക്കിക്കേ. നായീമിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഒന്ന് വായിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. അതിനുശേഷം അവൻ നായീൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യരിലെ വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. ഈശോ ഒരു പട്ടണത്തിലേക്ക് ചെല്ലുകയാണ്. എന്താണ് ഈ പട്ടണത്തിൻ്റെ പേര്? നായീൻ എന്നാണ് ഈ പട്ടണത്തിൻ്റെ പേര്. നായീൻ ഒന്ന് പറഞ്ഞേ, നായീൻ. എന്ന് പറഞ്ഞാൽ അർത്ഥം, നായീൻ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തുഷ്ട, പ്രസന്ന എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. സന്തുഷ്ടമായ, പ്രസന്നമായ എന്നാണ് ഈ നായീൻ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ഈശോ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാവോ? ഒട്ടും സന്തോഷമല്ലാത്ത, പ്രസന്നമല്ലാത്ത ഒരു കാഴ്ചയാണ്. അതായത് ഒരു വിലാപയാത്ര. ഒരു വിലാപയാത്ര. ഒരു സ്ത്രീ, അവർക്ക് ആകപ്പാടെ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ, അവൻ മരിച്ചുപോയി. അവൻ്റെ ശവസംസ്കാര യാത്രയാണ് ഈശോ കാണുന്നത്. ആ സ്ത്രീ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുകയാണ്. അപ്പോൾ ഈശോ കടന്നു ചെല്ലുന്നു. കാണുന്ന കാഴ്ച എന്താണ്? സന്തുഷ്ടമല്ലാത്ത, ദുഃഖമല്ലാത്ത ഒരു കാഴ്ച. പേരും ഈ കണ്ട കാഴ്ചയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പലപ്പോഴും അങ്ങനെയല്ലേ? നമ്മുടെ തന്നെ പേരുകളൊന്ന് ചിന്തിച്ച് നോക്കിയേ. പേരും നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: ഒരു വീട് കുത്തി തുറന്ന് ഒരു മോഷണം. എന്നിട്ട് പോലീസ് ഈ മോഷ്ടാവിനെ പിടിച്ചു. ഈ മോഷ്ടാവിൻ്റെ പേര് സത്യവാൻ എന്നാണ്. സത്യവാൻ എന്ന പേര് മാത്രമേ ഉള്ളൂ. സ്വഭാവം വീട് കുത്തി തുറന്ന് മോഷ്ടിക്കും. ഞാനിത് പറയുമ്പോൾ ഓരോരുത്തരും സ്വന്തം പേരും, ഓരോ പേരിനും ഓരോ അർത്ഥമുണ്ടല്ലോ, ആ പേരും സ്വഭാവവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് ചിന്തിച്ചോ? പ്രിയപ്പെട്ടവരെ, നായീൻ എന്ന് പറയുന്ന സന്തുഷ്ടമായ, പ്രസന്നമായ പട്ടണം, എന്നാൽ കണ്ട കാഴ്ച ഒരു വിലാപയാത്ര. ഈശോ എന്തു ചെയ്തു? വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു. 13-ാം വചനം. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. പ്രിയപ്പെട്ടവരെ, ഈശോ അടുത്ത് എന്നിട്ട് എന്താ പറഞ്ഞേ? നീ കരയേണ്ട. ഈ കരയേണ്ട എന്നുള്ള വാക്ക് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പലതവണ പലരും പറഞ്ഞ് കേട്ട് മടുത്തൊരു പദമാണ് കരയേണ്ട, കരയേണ്ട, കരയേണ്ട. കരയേണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? കരയാതിരിക്കാൻ പറ്റുമോ? കാരണം തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നവും തീർന്നിരിക്കുകയാണ്. ഏക മകൻ മരിച്ചിരിക്കുന്നു. വെറുതെ വാക്ക് പറഞ്ഞിട്ട് എന്ത് കാര്യം?
നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലും ചില സമയങ്ങളിലൊക്കെ ചിലർ വന്നിട്ട് നമ്മുടെ തോളത്തൊക്കെ തട്ടിക്കൊണ്ട് പറയും, കുഴപ്പമില്ല, സാരമില്ല. അവർക്കത് പറയാം, നമ്മളല്ലേ അനുഭവിക്കുന്നത്. ഈ സ്ത്രീയുടെ അടുക്കൽ വന്ന് ഈശോ പറയാണ്, കരയേണ്ട. കരയേണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്നാൽ അടുത്ത വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. വചനം ഇങ്ങനെയാണ്, 14-ാം തിരുവചനം. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു, അത് വഹിച്ചിരുന്നവൻ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. ഇതാ ഈശോ കരയേണ്ട എന്ന് പറയുക മാത്രമല്ല, ഒരു വാക്കിൽ മാത്രം തീരുന്നതല്ല, മറിച്ച് ഈശോ മുമ്പോട്ട് വന്നിട്ട് ആ ശവമഞ്ചത്തിന്മേൽ തൊട്ടു. ആ വിലാപയാത്ര അവിടെ നിൽക്കുകയാണ്. ഈശോ എന്നിട്ട് പറയാണ്, ദാ എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിന്നോടും ഈശോ ഇതല്ലേ പറയണേ? നമ്മുടെ ജീവിതവും ഇതുപോലെ വിലാപയാത്ര പോലെയാണ്. സങ്കടം, ദുഃഖം, ഭാരം. നിന്റെ ദുഃഖത്തിൽ തൊട്ടുകൊണ്ട്, നിന്റെ ജീവിതത്തിൻ്റെ കണ്ണുനീരിൽ തൊട്ടുകൊണ്ട് ഈശോ നിന്നോട് പറയുന്നു, നീ കരയേണ്ട. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ എഴുന്നേൽക്കണം, നീ എഴുന്നേൽക്കണം. വലതുകര ഉയർത്തി സന്തോഷത്തോട് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു, അവൻ സംസാരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ജീവിതത്തിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ ഭാരപ്പെട്ട് മരവിച്ച് ഉണർവില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് നിനക്കുള്ള ഒരു വചന സന്ദേശമാണ്. ഈ ദൈവരാജ്യ ശുശ്രൂഷ നിനക്ക് വ്യക്തിപരമായി ഈശോ നൽകുന്നൊരു ശുശ്രൂഷയാണ്. നീ ഇങ്ങനെ മരവിച്ച മനസ്സോടുകൂടെ ജീവിക്കേണ്ട വ്യക്തിയല്ല. ഈശോ പറയാണ്, ഇപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നീ എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 19-ഉം 20-ഉം തിരുവചനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈശോ അതാ മുന്നോട്ട് വന്ന്, ഓരോ അപകടഘട്ടങ്ങളിലും ഈശോ പുറകിൽ നിൽക്കുകയല്ല, മുന്നോട്ട് വന്ന് നിന്നോട് പഠിപ്പിക്കും. നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഞാനുണ്ട്. ശിഷ്യന്മാരുടെ പക്കലേക്ക് മുന്നോട്ട് വന്ന്, ശവമഞ്ചത്തിൻ്റെ മുന്നോട്ട് വന്ന്, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബത്തിലെ പ്രശ്നത്തിലേക്ക് മുന്നോട്ട് വന്ന് ഈശോ ഇടപെടുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, യെശയ്യായുടെ പ്രവചനം 55-ാം അധ്യായം 11-ാം തിരുവചനം. യെശയ്യായുടെ പ്രവചനം 55, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 55 വേഴ്സ് 11. വചനം ഇങ്ങനെയാണ്, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. എന്ന് പറഞ്ഞാൽ, ഈശോ ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കും. യേശു ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കും. യേശുവിൻ്റെ വായിൽ നിന്ന് കടന്നു വരുന്ന നാമം, വാക്ക്, അത് ഫലശൂന്യമാവുകയില്ല. നിന്നോട് ഈശോ പറയുന്നു, ഇതാ ഇപ്പോൾ ആയിരിക്കുന്ന വിലാപയാത്രയിൽ, ദുഃഖ അവസരത്തിൽ കഴിഞ്ഞ് നീ തീരേണ്ട ഒരു വ്യക്തിയല്ല. നിന്റെ ജീവിതത്തിൽ കർത്താവ് നിന്നിൽ ഇടപെടും. ഈ കഴിഞ്ഞ നാളിൽ തനിക്ക് ക്യാൻസർ രോഗം വന്നുവെന്നറിഞ്ഞു കഴിഞ്ഞ് വാർത്തയെറിഞ്ഞ് 2-3 ആഴ്ചയായി നിരാശയും ദുഃഖവും മുറിപൂട്ടിയിരിക്കുന്നൊരു സഹോദരൻ, എൻ്റെ ജീവിതം തീർന്നു. ആ സഹോദരൻ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കുകയാണ്, എൻ്റെ ജീവിതം തീർന്നു. ആരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻറ്റിന് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതം തീർന്നു, നിരാശയും ദുഃഖവും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ സഹോദരനിൽ ഇടപെട്ടപ്പോൾ മുതൽ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. ജീവിതത്തിൽ വീണ്ടും ഒരു പച്ചപ്പ്, വീണ്ടും ഒരു ഉണർവ് ഇതാ സംഭവിച്ചു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പെട്ട സംഭവമല്ല. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ജീവിതത്തിൽ ഇതാ യേശുവിൻ്റെ സ്പർശനം, യേശുവിൻ്റെ വായിൽ നിന്ന് കടന്നു വരുന്ന വാക്ക് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും.
വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ഉറപ്പതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ വളരെ സുന്ദരമായൊരു വചനം തളർവാദ രോഗിയെക്കുറിച്ചാണ് വായിക്കുന്നത്. വചനം ഇങ്ങനെയാണ്: ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തളർവാദ രോഗിയോട് ഈശോ പറയുക, നീ ഇങ്ങനെ കിടന്ന് തീരേണ്ട ജീവിതമല്ലെന്ന്. നീ എഴുന്നേറ്റ് നീ കിടക്കയും എടുത്ത് മറ്റുള്ളവർ കാണുക ഒരു സാക്ഷിയായി നീ പോവണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവചനം നമുക്കൊക്കെ വളരെ പരിചിതമാണ്. ഇതാ യേശു ബെത്സയിദ കുളക്കരയിലേക്ക് കടന്നു വരുമ്പോൾ തളർന്നു കിടക്കുന്നൊരുവൻ 38 വർഷമായി. ഈശോ അവനോട് പറഞ്ഞു, നീ എഴുന്നേൽക്കുക. ഇങ്ങനത്തെ ഒരവസ്ഥയിൽ തീരേണ്ട ജീവിതമല്ല, നീ എഴുന്നേൽക്കുക. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 41-ാം തിരുവചനം, അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബാലികയെ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള താലിത്താക്കുമെന്ന് പറഞ്ഞു. ബാലികയെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു, എഴുന്നേൽക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് എന്നോടും നിന്നോടും വ്യക്തിപരമായി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന സമയമാണ്. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നീ എഴുന്നേൽക്കണം. വീണ്ടും യെശയ്യായുടെ പ്രവചനം 52-ാം അധ്യായം 1-2 തിരുവചനം, സിയോനെ ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക, ബന്ധനസ്ഥനായ ജെറുസലേമേ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. കാരണം ഈശോയ്ക്ക് നിന്നെ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോയ്ക്ക് നിന്നെ ആവശ്യമുണ്ട്. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അതൊരു പക്ഷെ പാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കാം, ഏതെങ്കിലും ബന്ധനങ്ങളിൽ ഇങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുകയായിരിക്കാം. ധൂർത്തപുത്രൻ എഴുന്നേൽക്കാൻ തീരുമാനിച്ചു. തളർന്നു കിടക്കുന്ന ജീവിതങ്ങളിലേക്ക് യേശു കടന്നു വന്നിട്ട് അവനെ എഴുന്നേൽപ്പിച്ചു. ദാ ഈ ശുശ്രൂഷ സമയത്ത് എന്നോടും നിന്നോടും ഈശോ ആവശ്യപ്പെടുന്നു, എഴുന്നേൽക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, സാധിക്കുന്ന എല്ലാവരും തിരുമുമ്പിൽ മുട്ടുകുത്തി നിന്നേ. ദൈവത്തിരുമുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ദാ ഈ ശുശ്രൂഷ സമയം വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം തിരുവചനം നിന്നിൽ സംഭവിക്കട്ടെ. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുന്നു. ദാ തുടർന്നുള്ള ആരാധന സമയം യേശു നമ്മിൽ പ്രകാശിക്കുന്ന അനുഭവം സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരുമിച്ച് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെയുള്ള മറ്റുള്ളവരെയും കൂടെ വിളിച്ചു ചേർത്ത് നമുക്കൊരുമിച്ച് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ പരിശുദ്ധ അൽത്താരയിൽ നിന്നെ അനുഗ്രഹിക്കുവാൻ, സ്നേഹിക്കുവാൻ ഈശോ കടന്നു വന്നിരിക്കുന്നു. നിന്റെ ജീവിതത്തിലെ ഇന്നത്തെ ഏത് തളർച്ചയുടെ അനുഭവത്തിലാണെങ്കിലും ഈശോ ആഗ്രഹിക്കുന്നത് എന്തെന്നറിയോ? ഇതാ നീ വീണ്ടും പ്രകാശിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ എഫേസുസർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പഠിപ്പിച്ചത്, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നിന്റെ ജീവിതത്തിലെ സകല ഇരുട്ടിനെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് യേശു ഇതാ നിന്നിൽ പ്രവർത്തിക്കുന്നു. ഈ വലിയ അത്ഭുത ശുശ്രൂഷയിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നായീൻ എന്ന ദേശത്തെ വിധവ കണ്ണുനീരോടുകൂടെ മകന്റെ വിലാപയാത്രയിൽ പങ്കെടുത്തതുപോലെ നിന്റെ ജീവിതവും ഒരുപക്ഷെ ഒരു വിലാപയാത്രയായിരിക്കാം. ഇതാ ഈശോ നിന്റെ വിലാപയാത്രയെ ആഘോഷത്തിൻ്റെ അനുഭവമാക്കി മാറ്റാൻ പോവുകയാണ്. നിന്നെ ഉണർവിലേക്കും ഉന്മേഷത്തിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച്, പരിശുദ്ധാത്മാവേ എന്നെ ഉണർത്തണമേ, എൻ്റെ ജീവിതത്തിലെ ഇന്നത്തെ തളർന്ന അനുഭവങ്ങളെ ഉണർത്തണമേ, നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ അനുഭവം എനിക്ക് നൽകണമേ, ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ.
ആത്മാവാൽ എന്നെ ഉണർത്തണമേ. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ എന്നെ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ. ഇതാ നിന്റെ മേൽ യേശു പ്രവർത്തിക്കുന്ന സമയം. സാധിക്കുന്ന എല്ലാവരും ദൈവത്തിന് മുമ്പിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ആത്മാവേ എന്നെ ശക്തിപ്പെടുത്തണേ, വീണ്ടും ഉണർവ് നൽകണമേ. ഈശോയെ നോക്കിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ആമേൻ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ ആത്മാവാൽ എന്നെ ഉണർത്തണമേ. പടിയേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ. ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ആമേൻ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ. ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ ഈ ദേശം ഉണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. സന്തോഷത്തോടെ ഞാൻ ഉണർന്നാൽ ഈ ദേശം ഉണരും. ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. കൈകൾ ഉയർത്തി ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. രണ്ട് കരങ്ങളും പരിശുദ്ധാൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോട് പറ, ഈശോയെ എന്റെ ജീവിതത്തിൽ ഇന്ന അനുഭവങ്ങൾ ഞാൻ മരവിച്ചിരിക്കുക, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ക്ഷീണമുണ്ട്, ജീവിതത്തിൽ വല്ലാതെ ഞാൻ മരവിപ്പിലാണ്. ഏതനുഭവമാണോ ഈശോ നിന്നോട് പറയുന്നു, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഇതാ നീ എഴുന്നേൽക്കുക. തളർന്ന മനുഷ്യനെ കരം പിടിച്ചെഴുന്നേൽപ്പിച്ച ഈശോ ഇതാ നിന്നോട് പറയുന്നു, നീയും എഴുന്നേൽക്കുക. യേശു നിന്റെ മേൽ പ്രകാശിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നീ വിശ്വസിക്കുക, നിന്റെ മേൽ യേശു പ്രകാശിക്കുന്നു. നിന്റെ തളർന്ന അനുഭവങ്ങളെ യേശു വിശുദ്ധീകരിക്കുന്നു. ആ വലിയ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ കരങ്ങൾ കൂപ്പി നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുമെങ്കിൽ മുട്ടുകുത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിച്ചേ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ.